പ്രോഗ്രാമിന് എല്ലാവരും എത്തിച്ചേർന്നതിൽ. ആദ്യം തന്നെ ഞങ്ങളുടെ ഫിലിം നന്നായി പോകുന്നതിൻ്റെ സന്തോഷം അറിയിച്ചോട്ടെ. എനിക്ക് തോന്നുന്നു ഞാൻ ഈ സിനിമ എഴുതാൻ തുടങ്ങിയപ്പം അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇത് എത്രത്തോളം നല്ല കഥയാണ്, എത്രത്തോളം തിയേറ്ററിൽ സക്സസ് ആവും നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ടുണ്ടാകുന്ന പ്രഷേഴ്സ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ഫീമെയിൽ ലെഡ് പ്രോജക്റ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇതിന് കണ്ടന്റ് അങ്ങനെ ആയതുകൊണ്ട്. അപ്പം അതിൻ്റെ ടെൻഷൻ എനിക്ക് തോന്നുന്നു എനിക്ക് അവസാന സമയത്തേക്ക് എത്തുമ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഓഡിയൻസാണ്, നമ്മൾ ഒരിക്കലും ഓഡിയൻസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നതിൻ്റെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ തെളിവാണ് ഇപ്പം ഉള്ളൊടുക്ക് തിയേറ്ററുകളിൽ ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ എഴുതി തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ പലവട്ടം ആലോചിച്ചിരുന്നു 8 വർഷം എടുത്തു ഈ സിനിമയിൽ എഴുതി ഇവിടെ വരെ എത്താനായിട്ട്. അപ്പം ആ 8 വർഷത്തിലൂടെയും പല ആൾക്കാരും ഇതിൽ എത്രത്തോളം ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യും, തിയേറ്ററുകൾ അക്സെപ്റ്റ് ചെയ്യുന്നതിനെ പറ്റി ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു. ഫൈനലി ഇതിൽ കൂടുതലൊരു റിസപ്ഷൻ ഞങ്ങൾക്ക് കിട്ടാനില്ല. കേരളത്തിലും കേരളത്തിന് പുറത്തുമൊക്കെ ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വളരെയധികം സന്തോഷം. നമ്മൾ ഈ പടത്തിന്റെ റെസ്പോൺസ് എടുത്ത കൂട്ടത്തിൽ കുറെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു അഭിനയിക്കുന്നവർക്ക് എന്തൊക്കെ അവാർഡ് കൊടുക്കാൻ പറ്റുമോ അവാർഡ് എല്ലാം ഉപശ്രീജിക്ക് കൊടുക്കണമെന്ന്. അപ്പം ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഇപ്പം അവാർഡ്സിൽ എത്രത്തോളം ചേച്ചി എക്സൈറ്റഡ് ആവാറുണ്ട്? അല്ല, ഒന്നാമത്തെ അവാർഡ് എന്ന് പറയുന്നത് എൻ്റെ ഡയറക്ടർ എന്നോട് പറയുന്ന ഓക്കെയാണ്. അതെനിക്ക് തോന്നുന്നു ആ ഓക്കെ കിട്ടിയില്ലെങ്കിൽ മറ്റേ ഒരു അവാർഡ് കിട്ടിയിട്ടും എനിക്ക് തൃപ്തിയാവത്തില്ല. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എൻ്റെ ടീച്ചർ എൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹം ഒന്ന് പറഞ്ഞു ചേച്ചി ഓക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം. ചിലപ്പോൾ ക്രിസ്റ്റോ ചിലത് മറന്നു പോയിട്ട് അടുത്ത് ക്യാമറമാൻ്റെ അടുത്തോട്ട് പോകും. ടേക്ക് കഴിഞ്ഞ് എന്നെ നോക്കാതെ അയ്യോ അപ്പം ഞാൻ ചെയ്ത് ഓക്കെ ആയില്ലേ, ഈ പയ്യനോടൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ ഞാൻ അടുത്ത് കഴിഞ്ഞത് ഓക്കെയാണോ ചേച്ചി ഓക്കെയാണ്, ഞാനതല്ല ഞാൻ ആ ട്രാക്ക് വന്നതിന് ക്യാമറ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവിടെ പോയി പറഞ്ഞോളൂ. അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് അവാർഡ്. പിന്നെ നിങ്ങളൊക്കെ പറയുന്ന സെക്കൻഡ് അവാർഡ്. അത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ മാർക്കാണ് പിന്നെ കിട്ടുന്ന അവാർഡ്. കിട്ടിയാൽ സന്തോഷം, കിട്ടിയില്ലെങ്കിൽ അതിലും സന്തോഷം. ഈ നോമിനേഷനിലൊക്കെ വന്നിട്ട് പിന്നെ അത് നിരസിക്കപ്പെടുക അല്ല അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ചേച്ചി അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എനിക്ക് സ്റ്റേറ്റ് അവാർഡുകളൊന്നും അങ്ങനെ നിരസിക്കപ്പെട്ടിട്ടില്ല. കാരണം നിങ്ങളൊക്കെ ഇങ്ങനെ ചാർത്തി തന്നതിന് ശേഷം എനിക്ക് നിവൃത്തിയില്ലാതെ അറിയേണ്ടി വന്നിട്ടുമുണ്ട്. 4ാമത്തെ വർഷം തുടർച്ചയായിട്ട് 3 വട്ടം കിട്ടിയിട്ട് 4ാമത്തെ വർഷം ജൂറി പറഞ്ഞു ഉർവശി അഭിനയിക്കുന്ന സമയത്ത് വേറെ ആർക്കും കിട്ടത്തില്ല, അതുകൊണ്ട് ഈ വർഷം മാറ്റി കൊടുക്കാൻ പോകുന്നു. പിന്നെ 5ാമത്തെ വർഷം എനിക്ക് തന്നെ. അപ്പോഴും നമുക്ക് പരാതിയൊന്നുമില്ല. അപ്പം നാഷണൽ അവാർഡ് പോയപ്പം അവിടുത്തെ ചില എന്താ പറയുക ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പടം ചെയ്യുന്ന ഡയറക്ടേഴ്സ് പറഞ്ഞു ഇവരെന്തിനാണ് കൊണ്ടുവന്ന് ഈ 2ാം കിട 3ാം കിട മലയാള സിനിമയ്ക്ക് വേണ്ടി ഇവരുടെ പെർഫോമൻസ് വേസ്റ്റ് ചെയ്യുന്നൊരു ചോദ്യം ചോദിച്ചു. അതെന്നെ വല്ലാതെ ഹേർട്ട് ചെയ്തു. കാരണം ആരും കാണാത്ത കുറച്ച് സിനിമകൾക്ക് വേണ്ടിയുള്ള അവാർഡ്സ് അല്ല ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. മഴവിൽക്കാവടി മുതൽ അച്ചുവിൻ്റെ അമ്മ ഉൾപ്പെടെയുള്ളത് കൊമേഴ്ഷ്യലി ഹിറ്റ് ഫിലിംസാണ്. അതെന്നെ ഏറ്റവും നന്നായിട്ട് സന്തോഷിപ്പിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പടം ചെയ്യുന്ന പ്രൊഡ്യൂസർ നന്നാവണേ ഈശ്വര എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഷോട്ടിന് നിൽക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു അഭിപ്രായം ഒരിക്കലും പാടില്ല. ജനകീയ സിനിമ എടുക്കുന്നത് നിസ്സാര കാര്യമാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് വന്നപ്പോൾ ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്യാതായി. ഇപ്പോഴും തന്നെ പറയുന്നു കിട്ടിയാൽ സന്തോഷം, കിട്ടാത്തതിനെ കുറിച്ച് ഒരു വിഷമമില്ല. കാരണം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഞാൻ, എനിക്ക് കിട്ടിയ ജീവിതം ബോണസാണ്, ഞാൻ ആഗ്രഹിച്ച് വന്നതല്ല. അപ്പോൾ എല്ലാം കൊണ്ട് സന്തോഷം, പിന്നെ ഒരു പരാതിയില്ല. ഇപ്പം ടേക്ക് ഓഫ് എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് പ്രകാശ് ബേൽവാടി എന്നുള്ള ആക്ടർ മഹേഷ് നാരായണനോട് പറയാണ് നിന്റെ മനസ്സിൽ എപ്പോഴും ഒരു എഡിറ്റർ ഉണ്ട്, അല്ലെങ്കിൽ നിന്റെ മനസ്സിൽ എപ്പോഴും ഒരു ഡയറക്ടർ ഉണ്ട്, ആക്ഷൻ്റെയും കട്ടിൻ്റെ ഇടയിൽ നിന്റെ കട്ടിൻ്റെ ഇടയിൽ എന്നെ ഇങ്ങനെ അഭിനയിപ്പിക്കല്ലേ, എനിക്കൊരു സ്പേസ് ഉണ്ട്, ഞാൻ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ കുറച്ച് ഇംപ്രവൈസ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ എനിക്ക് കുറച്ച് ബ്രീത്ത് എടുക്കേണ്ടി വരും, ഞാൻ എന്താണ് ആക്ട് ചെയ്യുന്നത് അത് നീ ഷൂട്ട് ചെയ്യുക, അങ്ങനെ ഒന്ന് നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രോസസ്സ് മൊത്തം മാറിയിട്ടുണ്ട്. സമാനമായിട്ടുള്ള കാര്യം ഉസ്താദ് ഹോട്ടലിൽ തിലകൻ സാർ അൻവർഷിദിനോട് പറഞ്ഞൊന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവർക്ക് പുതിയ ലേണിംഗ് ആയിരുന്നു. ഞാൻ അടുത്ത സിനിമ ചെയ്യുമ്പോൾ ആക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്ന വിധത്തിൽ, സ്ക്രീൻ പ്ലേ അപ്രോച്ച് ചെയ്യുന്ന വിധത്തിലൊക്കെ. അപ്പോൾ ഈ ഉർവശി മാമിൻ്റെ കൂടെയുള്ള അസോസിയേഷനിൽ ഇനി അടുത്ത സിനിമയ്ക്ക് ചെയ്യാൻ എന്തെങ്കിലും പുതിയ അപ്രോച്ച്, അല്ലെങ്കിൽ കൃഷ്ണ വിചാരിച്ചു ഇത് ഇങ്ങനെയായിരിക്കും ഈ സീൻ വരിക, പക്ഷെ ഉർവശി മാം വേറെ തന്നെ രീതിയിൽ ഡെലിവറി ചെയ്തു, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അനുഭവം ഉണ്ടോ? എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരുപാട് സീൻസ് ഉണ്ട് ഫിലിമിൽ. ഞാൻ എഴുതി വെച്ചതിനെക്കാട്ടിലൊക്കെ അത് സംഭവിക്കുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യപ്പെട്ട സീൻ. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ ഈ പറഞ്ഞ ഒരു ചേച്ചിയുടെ സിംഗിൾ ഷോട്ട് അങ്ങനത്തെ ഒരു സീനാണ്. അവിടെ വന്നിരുന്ന് ചേച്ചി അത് പറഞ്ഞ് ഞങ്ങൾ ഫോക്കസ് ഒക്കെ എടുത്തു. ഞങ്ങൾ കുറേ ഷോട്ട്സ് ഒക്കെ പ്ലാൻ ചെയ്തിട്ട് വന്നതാണ്. പക്ഷേ ചേച്ചി ടേക്ക് തന്നതിന് ശേഷം ഞങ്ങളൊക്കെ സ്റ്റണ്ടായിപ്പോയി. പിന്നെ അടുത്ത ഷോട്ട്സൊക്കെ എല്ലാം മറന്നിട്ട് ചേച്ചിയോട് പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സെപ്പറേറ്റ് ആണ് ഷോർട്സ് എടുത്തത്. അപ്പം അങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഒരു പ്രാർത്ഥനയുടെ ഒരു രംഗവും ഇവർ രണ്ടുപേരും രംഗവും ഞാൻ എഴുതി വെച്ചു. അതെനിക്ക് ഇഷ്ടമുള്ള രംഗമായിരുന്നു. പക്ഷെ അത് ഫസ്റ്റ് ഷോട്ടിൽ വൈറ്റ് ഷോട്ടിൽ ആ സീൻ മൊത്തം കാണുമ്പോൾ
ഞാൻ എഴുതി വെച്ചതിനേക്കാളൊക്കെ എത്ര മേളിൽ അതെത്തി എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് സീൻസ് ഉണ്ട് ഫിലിമിൽ. പിന്നെ എനിക്ക് തോന്നിയത് രണ്ടുപേരും ചേച്ചിയാണെങ്കിലും പാർവതിയാണെങ്കിലും രണ്ട് തരത്തിലുള്ള ആക്ടേഴ്സാണ്. പക്ഷെ നമ്മൾ എഴുതി വെച്ചതിനെയൊക്കെ എന്താ പറയുക, നമ്മൾ എഴുതി വെച്ചതിനെക്കാട്ടിൽ അപ്പുറം എത്തിക്കാൻ പറ്റുന്ന രണ്ട് ആൾക്കാരാണ്. ഇതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ആദ്യകാല സമയത്ത് ഞാൻ ഒരു ചെറിയൊരു റീഡിങ് സമയത്ത് പാർവതി ഈ ഡയലോഗ് വായിച്ചപ്പം എനിക്ക് കിട്ടിയൊരു ഫീലുണ്ട്. നമ്മൾ എഴുതി വെച്ച കാര്യം ആദ്യമായിട്ട് ജീവൻ വെക്കുന്നു എന്നൊരു തോന്നൽ വന്നത് പാർവതി അത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഇങ്ങനെ രണ്ട് ആക്ടേഴ്സിനെ കിട്ടുക തന്നെ ആണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം. അപ്പൊ എല്ലാ സിനിമയിലും അത് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ജോലി ഭയങ്കര എളുപ്പമായി മാറും. അപ്പൊ അങ്ങനെ സംഭവിക്കട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ചേച്ചി, ഈ പടത്തിലെ അഞ്ജു എന്ന് പറഞ്ഞ കഥാപാത്രം ഭയങ്കര പെയിന് ഉള്ളിലൊതുക്കി ഒന്ന് ചിരിക്കാൻ പോലും പറ്റാത്ത അങ്ങനത്തെ ഒരു കഥാപാത്രമാണല്ലോ. ഇപ്പൊ കണ്ടോണ്ടിരുന്ന നമുക്ക് പോലും എന്താ പറയുക, കണ്ടു കഴിഞ്ഞിട്ടും പെയിന് മാറുന്നില്ല, എന്തോ ഒരു കനമുള്ളതുപോലെ മനസ്സിലെ. അപ്പോൾ ആ കഥാപാത്രം എപ്പോഴെങ്കിലും ചേച്ചി പേഴ്സണലി അഫക്റ്റ് ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒട്ടുമില്ല. അല്ല, ശരിക്കും എനിക്ക് ആദ്യമായിട്ട് ക്രിസ്റ്റോ കഥ പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് മൂടി വെക്കാൻ ശ്രമിച്ചിട്ടുള്ള എൻ്റെ ഒരു റിയാക്ഷൻ അത്രയും ഞാൻ ഷോക്ക്ഡ് ആയിരുന്നു. കാര്യം നമ്മൾ അത്രയും ഓണസ്റ്റായിട്ട് ഒരു രീതിയിലുള്ള കലർപ്പും ഇല്ലാതെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ കഥാപാത്രം ഞാൻ വായിച്ച് കണ്ടിട്ടില്ല. ഇതിന് മുമ്പ് ആക്ച്വലി ടേക്ക് ഓഫ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സമീറയെ പറ്റിയിട്ട് ഫിലിം ക്രൂവിലുള്ള തന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ സമീരനെ, സമീര ഒട്ടും ചിരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മഹേഷ് സമീരനെ ഡിഫെൻഡ് ചെയ്തത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് ചിരിപ്പിക്കാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ഉള്ളത് സമീരയെ പോലെയുള്ള സ്ത്രീകളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിന് ഞാൻ ഒന്ന് കേട്ടിരുന്നു എന്നേ ഉണ്ടായിരുന്നുള്ളൂ. സിമിലർ തിങ് ഫോർ ക്രിസ്റ്റോ. എൻ്റെ വിശ്വാസം ക്രിസ്റ്റോ കണ്ടു വളർന്നിട്ടുള്ള സ്ത്രീകളെ ശരിക്കും ഒബ്സർവ് ചെയ്തും മനസ്സിലാക്കിയിട്ടുമാണ് എഴുതിയത്. അതിലുപരി അതെനിക്കും ചേച്ചിക്കും ആ കഥാപാത്രങ്ങൾ കിട്ടുമ്പോൾ അത് പിന്നെ ഐ തിങ്ക് ഗ്രേറ്റ ഗർവിഗ് പറഞ്ഞിട്ടുണ്ട്, ഐ മീൻ വെൻ യു കാസ്റ്റ് പീപ്പിൾ ട്രസ്റ്റ് ദെം, പിന്നെ കൊടുക്കും, അത് അവരുടെയും കൂടെ ആണെന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അത് ക്രിസ്റ്റോ റിയലി ഡിഡ് ദാറ്റ്. പക്ഷെ ഓരോ ദിവസവും നമ്മൾ സെറ്റിൽ ചെല്ലുമ്പോൾ എത്ര നമ്മൾ റിലാക്സ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും കുറച്ച് ബാക്കി ഉണ്ടാവും. അപ്പോൾ ഓരോ ദിവസത്തിൻ്റെയും ഇങ്ങനെ മറ്റേ ഡെപ്പോസിറ്റ് പോലെ ഇങ്ങനെ അതിങ്ങനെ കയറി വരുമായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ ഞാൻ പിന്നെ എന്താ പറയുക, യാത്രയ്ക്ക് പോയി ഇമ്മീഡിയറ്റ്ലി ഷൂട്ട് കഴിഞ്ഞിട്ട് ആ കനം ഒന്ന് ലൈറ്റാക്കാൻ വേണ്ടി. പക്ഷേ എനിക്ക് ക്ലൈമാക്സ് ആണ് എൻ്റെ ഫേവറേറ്റ്. അതുകൊണ്ട് തന്നെ ആ കനം കുറച്ചൊന്ന് കുറഞ്ഞു ആ ഷൂട്ട് കഴിഞ്ഞ സമയത്ത്. കാര്യം അവിടെ ഫൈനലി അഞ്ജുവിനൊരു കിട്ടേണ്ടതാണ്, അഞ്ജുവിന് ആ ഒരു സേഫ് സ്പേസ് കിട്ടി എന്നുള്ളൊരു സമാധാനം എനിക്കുണ്ട് അഞ്ജുവിന് വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ വളരെ ഉള്ളൊഴുക്ക് പോലെ തന്നെ വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു ജയ ബേബി. വളരെ എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം പുറത്തു പടം ഇറങ്ങിയ സമയത്തൊക്കെ വന്നിരുന്നു. പക്ഷെ ആ പടത്തിന് പ്രതീക്ഷിച്ച ഒരു അപ്രിസിയേഷനും ചേച്ചിക്ക് കിട്ടാതെ പോയി എന്ന് തോന്നുന്നുണ്ടോ? അത് ഒരു വൈഡായിട്ട് കിട്ടിയില്ല എന്ന് തോന്നുന്നുണ്ടോ? അല്ലാതെ എന്ത് പറ്റിയെന്നറിയാമോ, ആ പടവും നമ്മുടെ ഈ ഉള്ളൊഴുക്കിന് മുൻപേ ഷൂട്ട് ചെയ്തതാണ്. 2021 ഷൂട്ട് ചെയ്ത ഫിലിമാണ്. പിന്നെ 22 എൻ്റെ ബാലൻസ് കുറച്ച്. അപ്പോൾ ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന ഒരു അനക്കമുണ്ടല്ലോ, എല്ലാവർക്കും ഇങ്ങനെ ഒരു പടം നടക്കുന്നുണ്ട്, പാരഞ്ജിത്തിൻ്റെ ടീമാണ്, അതെല്ലാവർക്കും അറിയാമായിരുന്നു. പിന്നെ കുറേ സൈലൻ്റ് ആയ ഫിലിം പിന്നെ പെട്ടെന്ന് കൊണ്ടുവന്ന് റിലീസ് ചെയ്യുക ചെയ്തത്. അപ്പോൾ രഞ്ജിത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഫാമിലി ഇത്രയധികം ഏറ്റെടുക്കുന്ന ഒരു സിനിമയായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് സാധാരണ ഇപ്പം കാല, കപാലി അങ്ങനെയുള്ള വലിയ ഫിലിംസിന് കൊടുക്കുന്ന പ്രമോഷനൊന്നും അദ്ദേഹം ചെയ്തില്ല. പെട്ടെന്ന് റിലീസ് ചെയ്തു. പക്ഷെ പിന്നെ അങ്ങോട്ട് തിയേറ്ററിൽ വന്നതിന് ശേഷമുള്ള അതിൻ്റെ വെൽക്കം ചെയ്ത രീതിയും പിന്നെ അത് ഒരുപാട് ഫാമിലി ഓഡിയൻസിനെ കാണുകയും ചെയ്തതോടുകൂടി അവരാകെപ്പാട് പിന്നെ അങ്ങോട്ട് പ്രൊമോഷന് വേണ്ടി ശ്രമിക്കുമ്പോഴത്തേക്കും പടം 2ാമത്തെ ആഴ്ചയായിരുന്നു. ആമസോണിൽ വന്നതിന് ശേഷമാണ് അവർ റിയലൈസ് ചെയ്തത് ഇത്രയും ഓഡിയൻസ് കണ്ട ഒരു ഫിലിമാണെന്നുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു ആക്ട്രസ് എന്നുള്ള നിലയ്ക്ക് തമിഴിൻ്റെ അടുത്ത സമയത്ത് കിട്ടിയ ഏറ്റവും നല്ലൊരു ക്യാരക്ടറാണ്. ആ രീതിയിൽ നല്ല രീതിയിൽ തന്നെ സ്വീകരിച്ചല്ലേ. ഇപ്പം നമ്മൾ ഈ സൂര്യ റിപ്പോർട്ടറൊക്കെ കാണുന്ന സമയത്ത് ഈ ജയിച്ചിടും ആരാ എന്ന് പറയുന്ന ഡയലോഗ് ഭയങ്കര ഹിറ്റ് ആവുകയും ഇന്നും നമ്മുടെ ചില ആളുകളൊക്കെ ഒരു PSC ഒക്കെ എഴുതാൻ പോകുമ്പോൾ അവരോട് പറയുന്ന ഡയലോഗായി മാറിയിട്ടുള്ളത് എപ്പോഴാവും ജയിച്ചിടും ആരാ എന്നുള്ളത്. അതുപോലെ ഇപ്പോൾ പുട്ട് വെണ്ടയ്ക്കൊക്കെ ഈ കട്ട് പീസസ് എന്ന് പറയുന്നതും ഒക്കെ ഞങ്ങൾ ഇന്ന് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട്.
ഇപ്പൊ ഈ പുട്ട്പെണ്ടക്കറിയിലും അല്ലെങ്കിൽ ജയിച്ചിടുമാറയിലും ഒക്കെ പറയുമ്പോഴും ആ സീൻ അത് ചെയ്യുക എന്നുള്ളതല്ലാതെ ഇത് മനസ്സിലേക്ക് അതിന്റെ വൈകാരികത ആലോചിക്കും, അങ്ങനെ ഒരു ചിന്തയുണ്ടാവും, ഡയറക്ടറിനോട് ഒരു ഡിസ്കഷൻ ഉണ്ടാവും, അങ്ങനെ ഒരു ഉർവശി അപ്രോച്ച് ഉണ്ടോ? ഇല്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ വെണ്ടയ്ക്കക്കറിയുടെ സീൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ചെല്ലുമ്പോഴാ ഷോട്ടിന് പിടിച്ചപ്പോഴാ സത്യം പറയുന്നത്, ഉർവശി എന്തെങ്കിലും ഒരു കറി വയ്ക്കുന്നത് ഇംഗ്ലീഷ് അങ്ങ് പറഞ്ഞു, പൊട്ട ഇംഗ്ലീഷ് അങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞത് ഇങ്ങനെ പെട്ടെന്നൊരു കറി മലയാളത്തിൽ ആലോചിച്ചിട്ട് അതങ്ങ് ഇംഗ്ലീഷോട്ട് പറയാന്ന് പറഞ്ഞു. ടേക്കെന്നങ്ങ് പ്രഖ്യാപിച്ചു. ഞാൻ ആ പറഞ്ഞു സത്യത്തെ ഞാൻ ഒന്നും എന്തെങ്കിലും ഡയലോഗ് അതൊക്കെ വന്നോളും തോന്നുന്നു, ഫിലിമാ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പോലെ കുറേ പരീക്ഷണമൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അങ്ങ് പറഞ്ഞതാ. പറഞ്ഞ് ടേക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ മീര പറഞ്ഞു, അയ്യോ ഞാൻ ഉർവശിയെ നോക്കി ഇങ്ങനെ നിന്ന് പോയി, എൻ്റെ റിയാക്ഷൻ കൊള്ളത്തില്ലായിരുന്നു, ഒന്നുകൂടെ എടുക്കണം. ഞാൻ പറഞ്ഞു ഒന്നുകൂടെ എടുത്തിട്ട് ഞാൻ കൊല്ലും. പറഞ്ഞേ ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്ക് അറിയാൻ വയ്യ, ഇനി ഒന്നുകൂടെ പറയണോ? അതേ വേറെ ഷോട്ട് എടുത്തു. അപ്പോൾ സത്യം പറഞ്ഞു വേണമെങ്കിൽ പാവം മീരയ്ക്ക് വേണ്ടി ഒന്നും ഞാൻ പറഞ്ഞു ആർക്കും വേണ്ടി ഞാൻ പറയത്തില്ല, ഞാൻ എന്തോ പറഞ്ഞു എനിക്ക് അറിയാനേ വയ്യ. പിന്നെ ബാക്കിയുള്ളത് വേറെ ടേക്ക് എടുത്തു. പിന്നെ മറ്റേ വേറെ ഏത് സീനാ ചോദിച്ചാൽ അത് 30 ദിവസത്തെ വർക്ക് എല്ലാ സീൻ്റെ അവിടെ ഇവിടെയൊക്കെ മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ടി 8 ദിവസമാക്കി. ഞാൻ ആന്ധ്രയിലൊരു ഫിലിമിലായിരുന്നു. ആ സിനിമയിൽ 2 കൊല്ലത്തിന് മുമ്പേ സ്ക്രിപ്റ്റ് എൻ്റെ വീട്ടിലായിരുന്നു. എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് സുധ. അപ്പോൾ ഇവരെ എപ്പോൾ തുടങ്ങുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. പെട്ടെന്ന് പറഞ്ഞു മാഡം തുടങ്ങുകയാണ് പ്ലീസ് മാഡം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തെലുങ്ക് പടത്തിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് അത് പോകുന്നത്. അപ്പോൾ ആ സീനൊക്കെ ടെലിഫോൺ കട്ട് മാത്രം ഒരു ദിവസം എന്ന് പറഞ്ഞൊരു ഹാഫ് ഡേ. അപ്പോൾ മാഡം ഈ സീനാണ്, ഈ ഡയലോഗ് പറഞ്ഞാൽ മതി, എന്തെങ്കിലും അതുപോലെ നീ നല്ല ജയിച്ച് വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ മതി. പിന്നെ ഇവൻ്റെ പേര് മാറണമെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ അടിച്ചു വിട്ടതാ. പക്ഷെ അത് സത്യമായിട്ടും പക്ഷെ അത് എനിക്കത് ഓരോ സീൻ വേഗം ഡ്രസ് ചേഞ്ച് ചെയ്ത് എടുക്കുകയല്ലേ. അപ്പോൾ പെട്ടെന്ന് വേഗം ഈ ഡ്രസ്സ് മാറ്റിയിട്ട് ആ ഡ്രസ്സ് മാറ്റിയിട്ട് വന്നു. കാരണം അതിൻ്റെ പകുതിയും ബാക്കിയുള്ളൊക്കെ എടുത്തു വരും നേരത്തെ. അങ്ങനെ എടുത്തതാ. എടുത്തപ്പോൾ എനിക്കറിയത്തില്ല, ആദ്യം തൊട്ടും എടുത്തൊരു സീൻ എടുത്തു. ഞാനും അച്ഛനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഫോൺ കട്ടായി പോകുന്നൊരു സീൻ. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ മോൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരെ ആക്ടർ എന്ന് വെച്ചാൽ എന്തോ നിന്നോട് അഭിനയിച്ച നടനല്ലേ റാം പൂവിൽ അഭിനയിച്ച. അപ്പോൾ അദ്ദേഹം ഭയങ്കര സിമ്പത്തറ്റിക് ഫേസ്, വയ്യാത്തൊരു മനുഷ്യനെ പോലെ. അപ്പോൾ ആ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ ഒരു കട്ടെടുത്തപ്പോൾ എനിക്ക് ഇവിടെ ഒരു കരച്ചിൽ ഇങ്ങനെ വന്നു. അങ്ങനെ എടുത്തതാ പെട്ടെന്നത്. അപ്പോൾ അതെനിക്ക് ഓർമ്മയില്ല, പ്രിപ്പറേഷൻ ഒന്നും ഇല്ലായിരുന്നു. സിനിമകളുടെ വലിപ്പച്ചെറുപ്പം പാർവതി മാം എങ്ങനെയാണ് വിലയിരുത്തുക? ഞാൻ ഔട്ട് ഓഫ് സിലബസ് കഴിഞ്ഞ് നോട്ട്ബുക്കും കഴിഞ്ഞപ്പോഴാണ് ശരിക്കും കുറച്ചൊരു ക്ലാരിറ്റി കിട്ടിയത്. എനിക്ക് അഭിനയം തന്നെ മതിയെന്ന്. അതുവരെ എപ്പോഴും അച്ഛനും അമ്മയും പുറത്ത് വേറെ ഏതെങ്കിലും കോഴ്സിൽ പോകേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് വിനോദയാത്രയായി വന്നു. അപ്പോൾ ഓരോന്നും കഴിയുമ്പോൾ കുറേയും കൂടെ ക്ലാരിറ്റിയാണ്. ഒരു റോള് കിട്ടുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പോഴും എനിക്ക് ആ കാലഘട്ടം ഉണ്ടല്ലോ, അതിപ്പോഴും 18 വർഷമായി. പക്ഷെ എനിക്ക് ആ കാലഘട്ടത്തിലുള്ള ഞാൻ തന്നെയാണ് എൻ്റെ ഉള്ളിൽ. എനിക്കിപ്പോഴും അത് മാറിയിട്ടില്ല. അത് എത്ര എന്താ പറയുക ഉയർച്ചയും താഴ്ചയൊക്കെ വന്നു പോയാലും ഇപ്പോഴും എനിക്കൊരു കഥാപാത്രം കിട്ടുമ്പോൾ അത് ആ കഥയ്ക്കൊരു കോൺസിക്വൻഷ്യൽ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണെന്ന് കിട്ടിയാൽ മതി. അത് 2 സീനാണെങ്കിലും 5 സീനാണെങ്കിലും എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ആ കഥയിൽ ഈ ഒരു കഥാപാത്രം വന്ന് പോയതിൻ്റെ ഒരു ചായ്വ് അല്ലെങ്കിൽ ഒരു തിരയടിച്ച് പോകുന്ന പോലെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഒരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടുന്നൊരു ചാൻസ് ആയിരിക്കാം. അല്ലെങ്കിൽ ആ ഒരു ക്രൂവിൻ്റെ കൂടെ അഞ്ജലിനൊക്കെ ഞാൻ ഒരുപാട് കത്തെഴുതിയും ഇമെയിൽ എഴുതിയും ലിങ്ക്ഡിൻ്റെ ലിങ്ക് അയച്ചും ഒക്കെയാണ് ഞാൻ എങ്ങനെയൊക്കെ ആ റോൾ എനിക്ക് കിട്ടിയത് ബാംഗ്ലൂർ ഡേയ്സിൽ. അപ്പം ഇപ്പോഴും അതേപോലെയാണ്. ഇപ്പോഴും ഒരു ക്യാരക്ടർ കിട്ടുമ്പം ഞാൻ ആളല്ല അതിൻ്റെ വലുപ്പം ചെറുപ്പം തീരുമാനിക്കുക എന്നുള്ളതാണ്. എനിക്കെന്ത് ചെയ്യാൻ പറ്റും, എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അത് മാത്രമേ നോക്കുന്നുള്ളൂ. പിന്നെ ഓഫ് കോഴ്സ് ദ പൊളിറ്റിക്സ് അതുമായിട്ട് ഞാൻ അലൈൻഡ് ആണോ, കഥയുടെയും കുറച്ചും കൂടെ കഥേൻ്റെയും കുറച്ചും കൂടെ വിടാം. പക്ഷേ ഡയറക്ടറിൻ്റെ വിഷനുമായിട്ട് ഒന്ന് യോജിച്ച് തന്നെ നിൽക്കണം. ആ ഒരു ഡിസ്കണക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സെറ്റിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഈ വുമൺ റിട്ടൺ ബൈ മെൻ എന്ന് പറയുമ്പോൾ എപ്പോഴും അത് ഭയങ്കര ഡിബേറ്റബിൾ ടോപ്പിക്കാണ്. എത്രത്തോളം അതിനോട് നീതി പുലർത്താൻ പറ്റും, എത്രത്തോളം അത് ഡിഫൈൻഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ 2 പേരും എഴുതുമ്പോൾ 2 പവർഫുൾ പെർഫോമേഴ്സ് വരുന്നു, 2 പവർഫുൾ ക്യാരക്ടേഴ്സാണ്.
അവരുടെ ആ ക്യാരക്ടറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടാവുമല്ലോ, എത്രത്തോളം അത് മിനുക്കി എടുക്കാൻ പറ്റുന്നുള്ളത്, അതെന്തൊക്കെയായിരുന്നു? അല്ല, ഞാൻ എഴുതുമ്പോഴത്തേക്കും മെയിൽ ക്യാരക്ടറാണെങ്കിലും ഫീമെയിൽ ക്യാരക്ടറാണെങ്കിലും ഞാൻ അതിനെ ഒരു 2 ഡിഫറെൻറ്റ് പ്രോസസ് ആയിട്ട് നോക്കി കാണാറില്ല. നമ്മൾ എഴുതുന്ന കഥ ഏറ്റവും എക്സൈറ്റിംഗ് ആയിരിക്കണം, നന്നായിരിക്കണം, ക്യാരക്ടേഴ്സിനെ ഏറ്റവും ഡെപ്തിൽ മനസ്സിലാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് എന്ത് സ്റ്റോറി എഴുതിയാലും എന്ത് ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഒരു സ്ത്രീയാണെങ്കിലും രണ്ടും ചലഞ്ചിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് മറ്റേതിനെക്കാട്ട് പാടായിട്ട് അല്ലെങ്കിൽ ഒന്ന് എളുപ്പമായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല. ഉള്ളൊഴുക്ക് പ്രത്യേകിച്ച് വളരെ ഡിഫിക്കൽട്ടായിരുന്നു എഴുതാനായിട്ട്. ഒരുപാട് സമയമെടുത്തു എഴുതാൻ. ഈ ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുത്തു. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ അഞ്ജു, ലീലാമ്മ ഇവരെ രണ്ടുപേരും കിട്ടുന്നില്ല, എൻ്റെ കയ്യിൽ അത് നിൽക്കുന്നില്ല എന്ന് തോന്നിയ ഒരുപാട് സമയം ഉണ്ടായിട്ടുണ്ട്. ആ സമയം കൊടുത്തതാണ് ഏറ്റവും നന്നായൊരു പ്രോസസ്സായി മാറിയത്. പലപ്പോഴും ഭയങ്കര ലോൺലി ആയിരുന്ന പ്രോസസ്സ്, ഒരുപാട് വർഷങ്ങളെടുത്തു. ഞാൻ തന്നെ വിചാരിച്ചു ഇത് നടക്കുമോ, എൻ്റെ ഒരു തെറ്റായ ഡിസിഷനായി പോയോ ഇങ്ങനൊരു സിനിമ ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയതെന്ന് പോലും സംശയിച്ച ഒരുപാട് ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഈ ഒരു റെസ്പോൺസ് വരുമ്പം വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഇത്രയുമൊന്നും ഇതിനെപ്പറ്റി ആൾക്കാർ ചർച്ച ഇപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ ഫിലിം ഇറങ്ങിയിട്ട്, 2-ാം ദിവസം കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷെ ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് ചർച്ചകളും എഴുത്തുകളും ഒക്കെ നടക്കുമ്പം എനിക്ക് തോന്നുന്നു അത് വെർത്തായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഈ സിനിമ നടക്കുന്നതിന് മുമ്പ് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഈ ജേർണി വെർത്തായിരിക്കും, കാരണം 8 വർഷം എടുത്തു ഇവിടം വരെ എത്താൻ. പക്ഷെ അത്രയും ചർച്ചകളും ഈ റെസ്പോൺസും ഒക്കെ അറിയുമ്പം വളരെയധികം സന്തോഷമുണ്ട്. ഈ ഒരു ഇങ്ങനൊരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമ ചെയ്യാൻ പറ്റിയതില്ല. ഈ ഇടവേളകളുടെ സമയത്തൊക്കെ പാർവതി എന്താ ചെയ്യുന്നത്? ഈ കാലഘട്ടത്തിൽ ഞാൻ ചെയ്യേണ്ട സിനിമ ഇതാണോ എന്നുള്ളതാണോ അതിന്റെ ക്രൈറ്റീരിയ? അതോ തെരഞ്ഞെടുപ്പുകൾ വളരെ ക്രിട്ടിക്കൽ ആവുന്നതാണോ? എന്താണ് നല്ല സിനിമ മാത്രം, അതായത് ചാർലി തൊട്ടോ അല്ലെങ്കിൽ ഇതിനു തൊട്ടോ നല്ല സിനിമകളെ അധികം കണ്ടിട്ടുള്ളൂ. ആ നല്ല സിനിമ ചെയ്യാൻ എന്താണ് നിങ്ങൾ അപ്പോസ് ചെയ്യുന്നത്? അത് വിഷ്ണു അവൻ്റെ ടെസ്സയുടെ ഒരു ലൈനില്ലേ, ഒരു പ്ലാനും ഇല്ലാതെ ജീവിക്കണം എന്നുള്ളതാണ് പ്ലാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ സ്ട്രാറ്റജി. അത് തുടക്കം മുതലേ അങ്ങനെയാണ്. ചേച്ചി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, സിനിമ നമ്മൾ തിരഞ്ഞെടുക്കണം, നമ്മൾക്കായിട്ടത് ചെയ്യാൻ പറ്റില്ല എത്ര നമ്മൾ പ്ലാൻ ചെയ്താലും. ഈ സിനിമ വന്നത് 2018 ക്രിസ്റ്റോനെ മീറ്റ് ചെയ്തു, 22-ലാണ് ഷൂട്ട് ചെയ്തത്. അപ്പം ഞാൻ എത്ര വിചാരിച്ചാലും 22-ൽ എനിക്കത് ഇറക്കാൻ പറ്റില്ല. 23-ൽ എത്ര ആഗ്രഹിച്ചിട്ടും എനിക്ക് ഇറ്റ്സ് നോട്ട് ഇൻ മൈ ഹാൻഡ്സ്. അതിനൊരു സമയം പറഞ്ഞിട്ടുണ്ട്, അത് ഇപ്പോഴായിരുന്നു. അത് എന്തൊരു നല്ല സമയമാണെന്നും കൂടിയാണ്. ഈ വർഷം മലയാള സിനിമയ്ക്ക് ഒരു വലിയൊരു ഇങ്ങനെ കോരിച്ചൊരിയുന്ന ബ്ലെസ്സിങ്സാണ്. ഫസ്റ്റ് റിലീസ് മുതൽ ജനുവരി 7-ാം തീയതി ആട്ടം മുതൽ ഇപ്പോൾ വരെ നോക്കുകയാണെങ്കിൽ പ്രേക്ഷകർക്കും ആ ഒരു ഊർജ്ജം പ്രേക്ഷകരിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. സോ കറക്റ്റ് സമയത്തിന് നമുക്കത് റിലീസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. പിന്നെ ഞാൻ ഈ ചെയ്യാതിരിക്കുന്ന സമയത്ത്, മലയാളത്തിൽ സിനിമ ചെയ്യാതിരിക്കുന്ന സമയത്ത് ഞാൻ തമിഴിലും ഹിന്ദിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ദൈർഘ്യവും അത് ഫിനിഷ് ചെയ്യുന്നതിൻ്റെ ആ ഇടവേളയാണ് സത്യം പറഞ്ഞാൽ വരുന്നത്. പക്ഷേ വിഷ്ണു ആലോചിച്ചാൽ പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ്. ഒരു വർഷത്തിൽ 1-2 സിനിമയെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് തന്നെയാണ് എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. അതിന് വേറൊരു നാരേറ്റീവ് ഇല്ല സത്യം പറഞ്ഞാൽ. ഞാൻ ഒരിക്കലും മലയാളം വിട്ടിട്ട് ഒരു ഇടവേള ഞാനായിട്ട് ആഗ്രഹിക്കില്ല എന്തായാലും. ചേച്ചി ഇപ്പം കഴിഞ്ഞിടയ്ക്ക് ഈ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നതിനിടയിൽ ചേച്ചി പൊളിറ്റിക്കൽ ഇൻകറക്റ്റിനെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിച്ചു. പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ്, ബോഡി ഷേമിങ്ങിനെ പറ്റി. പണ്ടാണെങ്കിലും ചേച്ചി ഇപ്പം ശ്രീനിവാസൻ എന്താ സൗന്ദര്യം ഇല്ലേ എന്ന് മറ്റൊരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അയ്യോ അങ്ങനല്ല ചോദിച്ചേ. അതിന്റെ ചോദ്യം അവർ ചോദിച്ചത് പലരും ഇത് മാറ്റി മാറ്റി തെറ്റിദ്ധാരണയാക്കുന്നുണ്ട്. സുരേഷ് ഗോപി, മമ്മൂട്ടി, മോഹൻലാൽ 3 പേരുടെ സിനിമ വന്നാൽ നിങ്ങൾ ആരുടെ സിനിമ ചെയ്യുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞ അതിനിടയ്ക്ക് ശ്രീനിവാസിന്റെ ഒരു പടം ഉണ്ട്, അത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. മനസ്സിലായോ? അല്ലാതെ സൗന്ദര്യത്തിന്റെ കാര്യം ഉദിക്കുന്നില്ല. എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ സുന്ദരന്മാരും സുന്ദരികളും, എനിക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ സൗന്ദര്യമില്ലാത്ത. ചോദ്യമായിരുന്നു ചേച്ചി പറഞ്ഞ വാക്കുകളൊക്കെ ഒരുപാട് എന്നെ പേഴ്സണലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും എനിക്ക് പേഴ്സണലായിട്ടും ഇഷ്ടമല്ല. എൻ്റെ അടുത്തിരുന്നു ആരും ഇങ്ങനെ പിന്നെ കറുത്തിരിക്കുന്നു, ചുവന്നിരിക്കുന്നു, നമ്മൾ എന്തോന്ന് അപ്പോയിൻമെന്റ് എഴുതി കൊടുത്തിട്ടാണോ ഈ വെളുത്ത് ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്? നമ്മുടെ കഴിവെല്ലാം ഉണ്ടോ ഇതിനകത്ത്? അപ്പം ജനിച്ച സമയത്ത് ഈശ്വരൻ്റെ അനുഗ്രഹം, വലിയ കുഴപ്പമില്ലാതൊക്കെ ഇന്ന് പോകുന്നു. കണ്ണിരിക്കുന്നിടത്ത് കണ്ണിരിക്കുന്നു, മൂക്കിരിക്കുന്നിടത്ത് മൂക്കിരിക്കുന്നു, അല്ലേ? അപ്പോൾ
അത് എൻ്റെ ക്രെഡിറ്റായിട്ട് കണക്കാക്കി ഞാൻ സ്വന്തം സൗന്ദര്യമാണ് അല്ലെങ്കിൽ സുന്ദരിയാണ്, അത് അയാൾ കാണാൻ കൊള്ളാത്തവരാന്ന് ഇങ്ങനെ പറയുന്നത്. ആർക്കും പറയാനൊക്കത്തില്ല. എനിക്ക് ഇഷ്ടമല്ല, സിനിമയിലും പറയുന്നത് ഇഷ്ടമല്ല. നായകനെ പൊക്കി പറയാൻ വേണ്ടി കൊമേഡിയനെ ഒരു മോശക്കാരനാക്കുന്ന പ്രവണതയുണ്ടല്ലോ, അത് കാലാകാലങ്ങളിൽ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. പക്ഷെ അതുപോലും ഒരു പരിധിക്കപ്പുറം പോയി ആസ്വദിക്കാൻ എനിക്ക് പറ്റാറില്ല. അയാളുടെ ഏരിയയിൽ അയാൾ ഹീറോ അല്ലേ, അയാളുടെ വീട്ടിലെ അയാളുടെ കൂട്ടുകാരുടെ ഇടയ്ക്ക് അയാളുടെ കുടുംബത്തിൽ അവരുടെ മക്കൾക്ക്. അപ്പോൾ അത് കുറേ നേരം കണ്ടുകൊണ്ടിരിക്കും, അച്ഛനെ കളിയാക്കൊണ്ടിരിക്കുന്നത് എത്ര മക്കളാണ് ഇഷ്ടപ്പെടുന്നത്. പിന്നെ അതിപ്പോൾ ഒരു ശീലമായതുകൊണ്ട് പിള്ളേരെ കറങ്ങി കണ്ട് ഇത് ചെയ്തു. പക്ഷെ പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ല. ഒരു കോമഡി പടത്തിന് പ്രൊമോഷൻ വന്ന പോലെയാണ് ഉർവശി മാം വന്നിട്ട് ഇവിടെ നമുക്ക് ഇതുവരെ സീരിയസ് ആയിട്ട് പലതും ചോദിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇത് സെറ്റിൽ എങ്ങനെയാ ഇതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടായിരുന്നു? സെറ്റിലും ചേച്ചി ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് വരെ ഭയങ്കരമായിട്ട് കളിച്ചും ചിരിച്ചു നിൽക്കും. ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മാജിക് സംഭവിക്കും. പിന്നെ കട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഫുൾ കളിയും ചിരിയാണ്. ചേച്ചി ഇങ്ങനെ തന്നെ എല്ലാവരോടും ഭയങ്കര എന്താ പറയുന്ന ആ സെറ്റ് ലൈവ് ഭയങ്കരമായിട്ട് ലൈവ് ആക്കും ചേച്ചി. അതുപോലെ തന്നെ കൂടെയുള്ള എല്ലാവരെയും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ആക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ആ സ്ലാങ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ഞാൻ ചേച്ചിയുടെ അടുത്താണ് കൊണ്ടിരുത്തുക, ചേച്ചി ഒന്ന് ഹെൽപ്പ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട്. ചേച്ചി ഭയങ്കരമായിട്ട് എന്താ ഒരു എനർജി ഉള്ള ഒരാളാണ്. ഭയങ്കരമായിട്ട് സെറ്റിനെയൊക്കെ ഭയങ്കര ലൈവ് ആക്കുന്ന ഒരാളാണ് ചേച്ചി. എപ്പോഴും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചിരിച്ച് കളിച്ച് സംസാരിച്ച് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഈ സിനിമ അഭിനയിക്കുമ്പോഴും ചേച്ചി എനിക്കൊന്നും അതുകൊണ്ട് കുറച്ച് എന്താണ് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ചേച്ചിനെ കുറച്ച് അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊക്കെ. പക്ഷെ ഷോട്ട് കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് ചേച്ചി ഫുൾ കോമഡിയിലേക്ക് പോകും. ഇവർ രണ്ടുപോലും ചെയ്ത പോലെ തന്നെയാണ് പ്രശാന്ത് മുരളിന്റെ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ ചെയ്യുന്നത്. അപ്പം ആ പ്രശാന്ത് മുരളിയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ഒരു ആക്ടർ എന്ന നിലയിൽ പുള്ളിയെ എങ്ങനെയാണ് സമീപിക്കുന്നത്? പ്രശാന്തിനെ എനിക്ക് നേരത്തെ തന്നെ അറിയാം. പുള്ളിയുടെ ഫിലിംസ് ഞാൻ കണ്ടിട്ടുണ്ട്, നേരത്തെ ഷോർട്ട് ഫിലിംസ് കണ്ടിട്ടുണ്ട്. KR നാരായണി പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് പ്രശാന്തിനെ ഫ്രണ്ട്സ് പറഞ്ഞും അല്ലാതെയൊക്കെ അറിയാം. ഈ ക്യാരക്ടർ ആലോചിക്കുന്ന സമയത്ത്, ഇതിൻ്റെ കാസ്റ്റിംഗ് ആലോചിക്കുന്ന സമയത്ത് ഇതിനൊരു പ്രത്യേകതരം ഫിസിക്ക് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് പ്രശാന്തിലേക്ക് നമ്മൾ എത്തുന്നത്. പക്ഷേ എൻ്റെ ടീം ആദ്യമായിട്ട് പ്രശാന്തിന് അയച്ചു കൊടുക്കുന്നത് ഈ സിനിമയിലെ ഒരു ഡ്രീം സീക്വൻസ് ആണ്. അത് വായിച്ചിട്ട് പ്രശാന്ത് ഞെട്ടിയിട്ട് അയ്യോ ഞാൻ ഈ സിനിമ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പോയി പ്രശാന്തിനെ കാണുകയും ഈ കഥ പറഞ്ഞപ്പം പ്രശാന്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഇതിലേക്ക് കുറച്ച് ഫിസിക്കലായിട്ട് എഫേർട്ട് ഇടണമായിരുന്നു. അപ്പോൾ അതൊക്കെ പ്രശാന്ത് അന്ന് തന്നെ, നമ്മൾ മീറ്റിംഗ് കഴിഞ്ഞു അന്ന് തന്നെ പ്രശാന്ത് അത് ചെയ്യാൻ തുടങ്ങി. ഈവൻ സെറ്റിലാണെങ്കിലും ഒരുപാട് കുട്ടനാടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പം താറാവ്, കൊഞ്ചായി എല്ലാം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ പ്രശാന്ത് ഇങ്ങനെ എന്തെങ്കിലും കുറച്ചെടുത്തിട്ട് എന്നെ ഇങ്ങനെ നോക്കും. പ്രശാന്തിന് കഴിക്കാൻ പറ്റില്ല, കാരണം ആ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അങ്ങനെ വളരെയധികം ഇൻവോൾവ് ആയിട്ട് വളരെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പ്രശാന്ത് ക്യാരക്ടറിലേക്ക്. അതും ഇപ്പം ഈ ചേച്ചിയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. ഇതൊക്കെ ചെയ്യുമ്പോഴും പ്രശാന്ത് ഭയങ്കര എന്താ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ കോമഡിയൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് അത് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിക്കണം, മോർച്ചറിക്കകത്ത് വരെ കയറി കിടന്നു. അപ്പം നമുക്കൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുമല്ലോ, ഞാൻ സ്ക്രീനെ വരത്തില്ല എന്ന് പറഞ്ഞു. ഈ മരിക്കുന്ന സീനിൽ പെട്ടിയിലല്ലേ കിടത്തിയിരിക്കുന്നത് കുറേ സീൻസിൽ. അപ്പോൾ ഞാനാണ് നോക്കിയിരുന്ന് കരയേണ്ടത്. അപ്പോൾ പ്രശാന്ത് നല്ല കാര്യമായിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മളിങ്ങനെ സിമ്പതിയോടുകൂടി ഇങ്ങനെ നോക്കുമ്പോൾ ചേച്ചി ഒരു മിനിറ്റ് ചൊറന്നോട്ടെ ഇങ്ങനെ. അപ്പം പിന്നെ നമ്മുടെ മുടങ്ങ് പോകും. ഞാൻ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്നെങ്കിലും ഒന്ന് തമാശ പറയാൻ നോക്കിയിരിക്കുക. എനിക്ക് എന്നിട്ട് ഓരോ ഷോട്ട് കഴിയുമ്പോഴും സെൻറ്റിമെൻ്റലായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ഷോട്ട്സ് കഴിയുമ്പോൾ ലാസ്റ്റ് എണീറ്റിരുന്ന് ഒന്ന് ചിരിച്ച് കൈയടിച്ചിട്ട് വേണം അങ്ങനെ ഒരു സെൻറ്റിമെൻറ്റ്സ് പറയും ക്യാമറയുടെ മുമ്പിൽ മരിക്കുന്ന സീൻ എടുക്കുമ്പോൾ. പക്ഷേ ഇത് കുറേ ദിവസം ഈ പയ്യനത് എടുക്കാനേ നേരമുള്ളൂ. എപ്പോൾ നോക്കിയാലും പ്രശാന്തിൻ്റെ സീൻ എടുക്കുമ്പോൾ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. പക്ഷെ ഞാൻ വിചാരിച്ചു പ്രശാന്ത് മതി കിടക്കത്തില്ല മോർച്ചറിയിലൊന്നും, ഒന്നൊരു ഒബ്ജക്ഷൻ പറയത്തില്ല ആക്ടർ ആകുമ്പം. മോർച്ചറി ഞാൻ കിടക്കണോ സാർ, അത് വേണ്ട. പക്ഷെ അതുപോലും പറഞ്ഞില്ല. ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ പയ്യൻ. ഈ സിനിമയുടെ ഒരു സൗണ്ട് ഡിസൈൻ ഉണ്ട്. നമ്മൾ വെള്ളം നിറഞ്ഞൊരു വീടിനകത്താണ് നിൽക്കുന്നതെന്നും ഒരേ സമയം മഴ പെയ്യുന്നുണ്ടെന്നും മഴയുടെ വേരിയേഷൻ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിന് എത്രത്തോളം വർക്ക് പോയിട്ടുണ്ട്. പ്ലസ് ഈ സുഷിൻ എന്ന് പറയുമ്പോൾ അതായത് ഈ നമ്മുടെ ആവേശം പോലത്തെ ആഘോഷ സിനിമകൾ ചെയ്യുന്ന ഒരു അങ്ങനത്തെ ഒരാളായിട്ട് നമ്മുടെ അറിയാതെ എവിടെ ടാഗ് ചെയ്തു പോയി. എപ്പോഴാണ് പെട്ടെന്ന് ഞാൻ തന്നെയാണ് കുമ്പളങ്ങി നെക്സ്റ്റ് ചെയ്തതെന്ന് കാണിക്കുന്ന പോലെ ഒരു സംഭവം ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി എന്നിട്ട് ഫൈനലി ഈ സിനിമ ഇനിയും കാണാൻ ആളുകളുണ്ട്, ആളുകൾക്ക് ഇനി സിനിമ എത്തേണ്ടതുണ്ട്. ഏറ്റവും ഫൈനായിട്ടുള്ള പെർഫോമൻസുകൾ ആളുകൾ കാണാൻ മിസ്സാക്കി പോയി സിനിമ തിയേറ്ററിൽ കണ്ടിട്ടില്ലെങ്കിൽ. അപ്പോൾ അവരോട് എന്താ പറയാനുണ്ട്? ആദ്യമായിട്ട് എൻ്റെ സൗണ്ട് ഡിസൈനെ പറ്റി സംസാരിക്കാം.
സൗണ്ട് ചെയ്തിരിക്കുന്നത് ജയദേവൻ ചക്കാടത്തും അനിൽ രാധാകൃഷ്ണനുമാണ്. ജയദേവൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ നാട്ടിൽ വന്നിട്ട് കുമ്പളിങ്ങിൻ്റെ സമയത്താണ് ആദ്യമായിട്ട് ജയദേവനെ ഇതിൻ്റെ സൗണ്ടിനെ പറ്റി സംസാരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്ത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. കുറച്ച് സമയത്ത് നമുക്കൊരു ലിമിറ്റഡ് ടൈം ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യാനായിട്ട്. മൺസൂൺസിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് മഴ പെയ്യാം. പിന്നെ പല സീനുകളിലും മഴയുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ പറ്റും, വിൻഡോയുടെ പുറത്തുമൊക്കെ മഴയുണ്ട്. അപ്പോൾ റെയിൻ മെഷീൻസ് ഒരുപാട് സീനുകളിൽ ഉപയോഗിക്കണം. പിന്നെ വീടിൻ്റെ മേളിൽ മഴ പെയ്യുന്ന സൗണ്ട് വരും. ഇത്രയുമൊക്കെ ചലഞ്ചസ് ഉണ്ടായിരുന്നു ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പം ഷൂട്ടിങ്ങിന് മുമ്പ് പ്രൊഡക്ഷനും ഒക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് സിങ്ക് സൗണ്ട് വേണോ, അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കില്ലേ പ്രോസസ്സ് എന്നൊക്കെ. പക്ഷേ ഞാൻ ചെയ്ത ഇതുവരെയുള്ള സിനിമകളെല്ലാം സിങ്ക് സൗണ്ടാണ് ചെയ്തത്. അപ്പം സിങ്ക് സൗണ്ട് അല്ലാതെ ഞാൻ സിനിമ ചെയ്തിട്ട് തന്നെയില്ല. അപ്പം ഡബിങ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്കൊരു പേടിയായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ കാണുന്ന പെർഫോമൻസിനകത്ത് ഒരുപാട് ന്യൂആൻസും കാര്യങ്ങളും ഒക്കെ എനിക്ക് അതുപോലെ തന്നെ വേണമായിരുന്നു. അങ്ങനെയാണ് ഒരു സമയത്ത് JD ആയിരുന്നില്ല ആദ്യം, അത് ഇടയ്ക്ക് വെച്ച് JDക്ക് തിരക്കായത് കാരണം JDക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നെ ഞാൻ തന്നെ ഷൂട്ടിങ്ങിന് കുറച്ച് ദിവസം മുമ്പാണ് JDനെ വിളിച്ച് റിക്വസ്റ്റ് ചെയ്യുന്നത്, ഒന്ന് ചെയ്യാൻ പറ്റുമോ. കാരണം JDനെ പോലെ ഒരാൾ അല്ലെങ്കിൽ അനിലിനെ പോലെ ഒരാൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. കാരണം അവർ ചെയ്ത സിനിമകളൊക്കെ നമുക്ക് നേരത്തെ അറിയാം. അങ്ങനെയാണ് JD വീണ്ടും ഈ സിനിമയിലേക്ക് വരുന്നത്. അപ്പോഴും ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. മഴ കൺട്രോൾ ചെയ്യാനും റെയിൻ മെഷീനൊക്കെ വളരെ ദൂരെ വെക്കണം, അങ്ങനെ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ഈവൻ ഇതിൻ്റെ ഡിസൈനിങ്ങിലാണെങ്കിൽ പോലും JDയും അനിലും വളരെ ബ്രില്യൻ്റ് ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു. അവർ വളരെയധികം ഇൻവോൾവ് ആയിരുന്നു ഓരോ പ്രോസസ്സിലും, ഡബ്ബിങ്, ത്രൂ ഔട്ട് അതിൻ്റെ ഡിസൈൻ എല്ലാം. പിന്നെ ഈ പലരും സിനിമ കണ്ടിട്ട് ഒരുപാട് പേരും അതിൻ്റെ സൗണ്ട്സ്കേപ്പിനെ പറ്റിയൊക്കെ ഭയങ്കരമായിട്ട് സംസാരിച്ചു. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അവരുടെ അത്രത്തോളം ഒരു എഫേർട്ട് അതിനകത്തേക്ക് പോയിട്ടുണ്ട്. സുഷിൻ പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ സുഷിനും ആദ്യം ഒരു ചലഞ്ചായിട്ട് തോന്നി മഴയുണ്ട്, അപ്പം മ്യൂസിക് എങ്ങനെ അതിൻ്റെ കൂടെ പോകും എന്നൊക്കെ ഉള്ളത്. പക്ഷെ അതൊക്കെ വളരെ നന്നായിട്ട് സുഷിനും JDയും അത് കൈകാര്യം ചെയ്തു. സുഷിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. വളരെ കൃത്യം പറയും എന്ത് ഇമോഷനാണ് വർക്ക് ചെയ്യുന്നത്, എന്ത് ഇമോഷൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു സീൻ സുഷിൻ്റെ അടുത്ത് ചെയ്യുമ്പോൾ ഈ ഇമോഷനാണ് എനിക്ക് വേണ്ടെന്ന് പറയുമ്പോൾ സുഷിൻ വർക്ക് ആവുന്നില്ലെങ്കിൽ പറയും ഈ ഇമോഷനോട് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് എഡിറ്റിങ്ങിലേക്ക് പോയി വീണ്ടും റീവർക്ക് ചെയ്ത് വീണ്ടും സുഷിനിലേക്ക് എത്തും. അതുപോലെ തന്നെ പല സമയത്തും വളരെ ഈ മഴയുടെ സൗണ്ട് എത്രത്തോളം നിർത്തണം എന്നൊക്കെ ഒരുപാട് സംസാരം ഞാനും JDയും തമ്മിലുണ്ടായിട്ടുണ്ട്. വിൻഡോയിൽ കൂടെ നമ്മൾ മഴ കാണുന്നുണ്ട്, പക്ഷെ അപ്പം JDയുടെ ഒരു ടേക്ക് എന്ന് പറയുന്നത് നമ്മളൊരു മുറിയിലാണ്, മഴ പെയ്തു, നമ്മൾ ആദ്യം മഴയുടെ സൗണ്ട് കേൾക്കും. നമ്മളൊരാളോട് സംസാരിക്കുന്നതാണെങ്കിൽ നമ്മൾ ആദ്യം മഴയുടെ സൗണ്ട് കേൾക്കും, പിന്നെ നമ്മുടെ മഴയുടെ സൗണ്ട് നമ്മുടെ സബ് കോൺഷ്യസിലായി പോകും, നമ്മളെ ഡയലോഗിൽ ഫോക്കസ് ചെയ്യും. അങ്ങനത്തെ ഒക്കെ ഒരു ട്രീറ്റ്മെന്റ് ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ മഴയുടെ സൗണ്ട് തന്നെ നമ്മുടെ സബ് കോൺഷ്യസിൽ ഈ മഴ എങ്ങനെയായിരിക്കും പെർസീവ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടാണ് JDയും അനിലും ഈ ഇതിനകത്തെ മഴയുടെ സൗണ്ടൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ആ വർക്ക് എന്താണ്, പിന്നെ സിങ്ക് സൗണ്ട്, ഇത്രയും മഴയൊക്കെ നടക്കുമ്പം ഇവരുടെ ഓരോ ഇമോഷൻസും ഭയങ്കര ഇമോഷണലായ സീനിലെ പോലെ ഓരോ ശ്വാസം പോലും നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ അവർ അത്രത്തോളം എഫേർട്ട് എടുത്ത് ചെയ്യുന്നത്, അതൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നത് കാണുമ്പം വളരെയധികം സന്തോഷമുണ്ട്. ഈ ഇമോഷണലായിട്ട് സംസാരിക്കണം, പക്ഷെ ഇത് ആ ഒരു മരണ വീട്ടിൽ അടുത്താരും കേൾക്കാതെ സംസാരിക്കുന്നതാണ് പല സീൻസും. അപ്പം എനിക്കോ പാർവതിക്കോ ഇത്തിരി ഒച്ചയടപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ സീൻ നടക്കില്ല. പിന്നെ പാർവതി ഇത് അടക്കുമ്പോൾ ഒരു ശ്വാസമുണ്ട്, അതിഥി കിട്ടണം. നമ്മളെ വല്ലാതെ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ വല്ലാതെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും. പിന്നെ ഈ കുറച്ച് ഡാർക്കായിപ്പോയി ഔട്ട് സൈഡിൽ, ഉള്ളിൽ നല്ല ലൈറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ഔട്ട് സൈഡിൽ ലൈറ്റ് ഇടും. ഈ ലൈറ്റ് ഇടുമ്പം ചീവീടൊക്കെ കിടന്ന് വിളിക്കുക രാത്രിയാണെന്നും പറഞ്ഞു. അപ്പം ചീവീടിൻ്റെ ശബ്ദം അറിയാമല്ലോ, കോറസായിട്ട് വിളിക്കും. ഒന്ന് അലർച്ചയുടെ ശബ്ദം, അതിങ്ങനെ തടി ഇറക്കുന്ന പോലത്തെ ശബ്ദമൊക്കെയാണ് കേൾക്കുന്നത് ചിലപ്പോൾ. അപ്പോൾ ഈ മൈക്കിൽ ഇത് ഷാർപ്പായിട്ട് കേൾക്കും. അപ്പോൾ കുറേ നേരം നിൽക്കണം. കാരണം വെച്ചാൽ പ്രകൃതിയുടെ സ്വഭാവം മാറ്റുകയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ രാത്രി ഇടേണ്ട വലിയ ലൈറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് പകൽ സമയത്ത് ഇടുമ്പോൾ അവർക്ക് കൺഫ്യൂസ്ഡ് ആവുകയാണ്. അങ്ങനെ ഓരോ സമയത്തും നല്ല സമയം എടുത്തിട്ടാണ് ചെയ്തത്. 42 ദിവസം എന്ന് പറയുന്നത് പിന്നെ വിടംബര വെള്ളമാണ്, ആലോചിച്ചോ. ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകുമ്പോഴും ഈ നനവോടുകൂടിയാണ് ഇരിക്കുന്നത്. ഹൗസ് ബോട്ടിനകത്താണ് എനിക്ക് തന്നിരിക്കുന്ന സ്ഥലം ഇരിക്കാൻ. കാരണം ഒരു ഭാഗത്ത് മുഴുവൻ കായലല്ലേ. അപ്പോൾ രാത്രി നമ്മൾ റൂമിൽ ചെല്ലുന്നവരെ ഇത്രയും ഭാഗം നനഞ്ഞിരിക്കുക.
ഇപ്പോഴും സ്റ്റിൽ എൻ്റെ കാല് ഏകദേശം കറുത്തതുപോലെയായി. ഇത്രയും ദിവസം അവിടെ ആ വെള്ളത്തിലായിട്ട് നമ്മൾ സ്ക്രീനിലോട്ട് കയറുമ്പോൾ മറന്നു പോകും. അതാ വാസ്തവം. എന്നിട്ട് പിന്നെ ഉച്ചയാകുമ്പോഴാണോ ഇത്രയും നേരം നനഞ്ഞാണല്ലോ ഇരുന്നത്. വീണ്ടും നമ്മൾക്ക് സാരി അഴിച്ചു കൊടുത്ത് അയൺ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് ഇടുമ്പോഴത്തേക്കും പിന്നെ നനയാനല്ലേ പോകുന്നത്. അപ്പം ആദ്യത്തെ 2 ദിവസമൊക്കെ വലിയ ശുഷ്കാന്തിയോടുകൂടിയൊക്കെ ചെയ്തു. പിന്നെ 3-ാമത്തെ ദിവസമായപ്പോൾ വീണ്ടും അവിടെ തന്നെ പോന്നായിരുന്നോട്ടെ, തനിയെ ഉണങ്ങിക്കൊള്ളൂ എന്ന് വിചാരിക്കും. ഒരു 15 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ കാലൊന്നും നമുക്ക് രാത്രി ഇങ്ങനെ ഒരു ഭാഗത്ത് കോച്ച് പിടിച്ചിട്ടേ AC റൂമല്ലേ, അപ്പോൾ ഈ തലയിൽ ഇടുന്ന ഹെയർ ഡ്രയർ ഇട്ട് കാല് ചൂടാക്കിയിട്ട് ബെഡ്ഷീറ്റ് കൊണ്ട് കെട്ടും. എന്നാലേ കിടക്കാൻ പറ്റത്തുള്ളൂ, അല്ലെ ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ രണ്ടുപേരും അഭിനയിച്ചു. പിന്നെ സ്ത്രീകളാണ്, മറ്റ് പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പോൾ അത് ഇവിടം വരെ വെള്ളമുള്ളപ്പം നിൽക്കാനുള്ള ബുദ്ധിമുട്ട് ആലോചിച്ച് നോക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് സിനിമയ്ക്ക്. പക്ഷേ ഇന്നിപ്പോൾ ക്രിസ്റ്റോ പറഞ്ഞ പോലെ ഈ 2 ദിവസത്തെ പ്രേക്ഷകരുടെ റിയാക്ഷൻ കാണുമ്പോൾ എല്ലാം മറന്നു വന്നു നമ്മൾ. ആ സമയത്തെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ മീഡിയയിലുള്ളവരും വളരെ സൗഹൃദപൂർവ്വം ഒരു പടത്തെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് കുറേ നാളിന് ശേഷം ആദ്യമാണ്. കാരണം നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ഈ വേറെ ഏരിയയിൽ ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ ഞാനൊക്കെ ചിലപ്പോൾ ഇത് ദേഷ്യം തോന്നും. കാരണം നമുക്ക് ടിക്കറ്റും റൂം സൗകര്യവും തന്നിട്ട് ഇവിടെ വന്ന് 3 ദിവസം നിന്ന് പ്രൊമോഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ ചോദ്യങ്ങളില്ല. കാരണം സിനിമയെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് അറിയില്ല. ഈ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അവിടെയുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാൻ ലിമിറ്റേഷൻസ് ഉണ്ട്. പലതും ഞങ്ങൾക്ക് പടം റിലീസാവുന്നതിന് മുമ്പ് അങ്ങനെ ഫ്രാങ്കായിട്ട് പറയാനും പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാം കണ്ടതിന് ശേഷമുള്ള ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ആ സിനിമയുടെ ഓരോ പൾസും അറിഞ്ഞ് ചോദിക്കുന്നതിന് ഒരുപാട് വ്യത്യാസമുണ്ട്. പ്രാവശ്യം ഞാൻ മീഡിയയുടെ ഈ ഒരു പ്രസ് മീറ്റ് ഞാൻ ക്രിസ്റ്റോട് പറയായിരുന്നു, എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം പടം കണ്ടിട്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ചോദ്യങ്ങൾ, ഇപ്പോൾ വിഷ്ണു ചോദിച്ച ഓരോ ചോദ്യങ്ങളിലും ഒരു കൃത്യതയുണ്ട്. പിന്നെ ഇപ്പോൾ ചോദിച്ചു എന്താ കോമഡി പടം പോലെ, അപ്പം കത്തിയെടുത്ത് കുത്തുന്ന പടമാണെങ്കിൽ കത്തിയായിട്ട് വരണോ, എന്ത് പോയി പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പിന്നെ എൻ്റെ ഇടയിൽ കൂടെ കയറിയില്ലെന്നുള്ളതേ ഉള്ളൂ. ഒരു ആക്ഷൻ പടമാണ്, അങ്ങനത്തെ സിനിമ കാണുന്നുണ്ടെങ്കിൽ നടന്മാരും ഇല്ലെങ്കിൽ ആക്ഷൻ പടാന്ന് പറയുന്നത് വരുമോ? ഇല്ലല്ലോ. ഓരോ വ്യക്തിത്വത്തിനനുസരിച്ചല്ലേ സംസാരിക്കാൻ പറ്റൂ. എല്ലാവരും വളരെ ഗൗരവത്തോടെ സിനിമയുടെ ആന്തോളനങ്ങളിൽ സ്പർശിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് വല്ല കാര്യമുണ്ടോ? ഇച്ചിരി നേരം ചിരിക്കുക, സന്തോഷിക്കുക, പോവുക, അതാണോ നല്ലത്? അല്ലേ? അത് മാത്രമാണ് നല്ലത്. താങ്ക് യു മാം, താങ്ക് യു ക്രിസ്റ്റോ. ഒരുപാട് നന്ദി സിനിമയെ പറ്റി സംസാരിച്ചത്, നല്ല സിനിമ ഉണ്ടാക്കിയതിന് താങ്ക് യു. എല്ലാവരും കണ്ടതല്ലേ? എല്ലാവരും കണ്ടല്ലോ. ഒരാൾ അല്ലെന്നോ ആണെന്നോ കണ്ടതാണോ? അങ്ങനെയാണോ? കാണണം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.